ഞങ്ങളുടെ എങ്ങനെയാണ് പോകുന്നത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേ അച്ഛനുണ്ട്, അച്ഛൻ ബാക്കിലിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതന്നെ അച്ഛൻ, അമ്മാമ്മ, അമ്മ, മേമ, അച്ഛനൊക്കെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേ അവർ ബൈക്കും ഇങ്ങനെ വരുന്നുണ്ട്. ഫ്രണ്ടിലുള്ളവരെ കാട്ടിത്തരാം കേട്ടോ. ഫ്രണ്ടിലെല്ലാവരും ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട്. സൗണ്ട് ഞാൻ പറയുന്നത് അങ്ങനെ ക്ലിയർ ആവുന്നില്ല, കാരണം റോഡിൽ കൂടെ അല്ല നമ്മൾ പോകുന്നത്. ദേ കണ്ടോ മിതുക്കുട്ടെ, ദേ അച്ഛമ്മ, അച്ഛൻ എല്ലാവരും ഉണ്ട്. അവിടെ എന്ത് കാവടിയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചരേ. അവിടെ അങ്ങനെ കാവടികളൊക്കെ ഉണ്ട് കേട്ടോ. ഈ വീഡിയോൻ്റെ മുന്നേ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ കണ്ടിട്ട് വരിക കേട്ടോ. ഇത് അച്ഛനും അച്ഛമ്മയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഉത്സവപ്പറമ്പിലെത്തി. മിയ അവിടെ തുള്ളിച്ചാടി കിടക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇന്നത്തെ വീഡിയോ അല്ല കേട്ടോ, ഇത് 10-ാം തീയതി എടുത്ത വീഡിയോ ആണ്. പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത് ഇന്നാന്ന് മാത്രം. ആനപ്പൂരൊന്നുമില്ല. ഞാൻ ഇത്ര അടുത്ത് വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു ക്യാമറ, ഇവിടെ ഒരു ക്യാമറ, അച്ഛമ്മ, അമ്മ, മേമ, അമ്മാമ്മ, അച്ഛൻ, അവർ എല്ലാവരും നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം നീയാണ് ക്യാമറ പിടിക്കുന്നത്. ഞാൻ അപ്പോൾ പറയുന്നത് ചിലപ്പോൾ കേട്ടില്ല ഇവിടുത്തെ സൗണ്ടുകളൊക്കെ കാരണം ഇതിലൂടെ. അപ്പോൾ ഇവിടുത്തെ ഓരോ രൂപങ്ങളൊക്കെ വരുന്നത് ഞാൻ ഓരോന്നോരോ വീഡിയോ എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ ഇവിടെ ഇരുന്നത് അമ്മാമ്മോട് ഇരിക്കട്ടെ, മേമോട് ഇരിക്കട്ടെ, അച്ഛമ്മയുടെ അമ്മ ഒക്കെ അവിടെ നിൽക്കണതാണ്. ഞങ്ങൾ കൂടി ഇരുന്നു കൈ. അയ്യോ അമ്മാമ്മ മുടി കറപ്പിച്ചതല്ലാണ്ട് ഇതിൽ വെളുത്തിരിക്കുന്നതല്ല, ഇത് തോന്നല്ല. കറപ്പിച്ചുണ്ടായി കൺമഷി. ഗൈസ് അമ്മമ്മ പറയുന്നത് കൺമഷി അത് ഇതൊക്കെ വെച്ചിട്ട് മുടിയൊക്കെ അമ്മമ്മ ഡൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഡൈ ചെയ്ത അമ്മമ്മയ്ക്ക് അലർജിയാണ്. അത് കാരണം കറപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൽ നമ്മുടെ ക്യാമറയിൽ കാണുമ്പോൾ എന്താണ് വെളുത്തിരിക്കണം, അതിനെ വെളുത്തിരിക്കണം അമ്മാമ്മേ. ശരിക്കും അമ്മാമ്മയെ. അപ്പോൾ ഗൈസ് ഞങ്ങൾ അങ്ങനെ ഉത്സവപ്പറമ്പിൽ നിന്ന് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവരൊക്കെ ഇവിടെ ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ടായിരുന്നു. അച്ഛമ്മ എന്നിട്ട് ബൈക്കുമൊക്കെ കയറാനായിട്ട്. അപ്പോൾ ദേ ഇത് ഞാനും ഇവിടെ നടക്കണത്. ദേ അവിടെ അവിടെ ഫ്രണ്ടിൽ പോകണം കേട്ടോ. വേണ്ട ദേ അച്ഛനും അച്ഛമ്മ ദേ ബൈക്കും ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട്. ഞാൻ അങ്ങനെ നടക്കണോണ്ട് ഈ ക്യാമറ ഷേക്ക് ആവും കേട്ടോ. ഗൈസ് അങ്ങനത്തെ ഇതിലാണ് ഇവരെ വീട്ടിലേക്ക് പോണ വഴി. അച്ഛമ്മയും അച്ഛനൊക്കെ അവിടെ റോഡിൽ നിൽക്കുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ വരുന്നുണ്ട്, അവർക്ക് വെയിറ്റ് ചെയ്ത്. അല്ല ഞങ്ങൾ വേഗം ഇവിടെ എത്തി. ഇനി അങ്ങോട്ട്
കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഗൈസ്. ഇവര് ബാക്കിൽ മാമിന്റെ അവരൊക്കെ വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും വരുന്നുണ്ട് ബാക്കില്. ഞാനും ഇതും കൂടെ നടന്നു പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. മിഥുന് അവിടെ കുറച്ച് ആൾക്കാരൊക്കെ കാണാൻ ഇപ്പം എന്തോ ഒരു പേടി, ഉള്ളിൽ എന്തോ ഒരു പേടി മിഥുന് തോന്നി. അതാണ് അമ്മയൊക്കെ വരച്ചെന്ന് പറയുന്നത്. ലൈറ്റൊക്കെ കുറവുണ്ടാവും, കാരണം റോഡിൽ ലൈറ്റ് ഇല്ല കേട്ടോ. തെളിച്ചില്ല. അവിടുത്തെ ഒരു തരം വലിയ ലൈറ്റിലാണ് ഇത്ര നേരം ഞങ്ങൾ നല്ല രീതിക്ക് കണ്ടത്. അതേ അങ്ങോട്ട് പോവാണ്. അത് മാത്രമല്ല കേട്ടോ ഗൈസ്, വീട്ടിൽ തക്കട് ഒറ്റയ്ക്കാണ്. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. ഇപ്പം എന്നെ തീരെ കാണണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ റോട്ടിലേക്ക് ലൈറ്റ് ടോർച്ച് അടിച്ചിട്ട് വേണം പോകണമെങ്കിൽ. അപ്പോൾ ഫ്ലാഷ് അടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അവിടെ ബൈക്കൊക്കെ ഇങ്ങനെ വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ താഴെ എന്തെങ്കിലും വല്ല പാമ്പാ ജന്തുക്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണില്ല. പ്രശ്നം അമ്മേ പട്ടി എൻ്റെ ഫ്രണ്ടിൽ വന്ന് പെട്ടു ഗൈസ്. ഞാൻ അതാണ് പെട്ടെന്ന് സ്റ്റോപ്പായി പോയത്. ഇപ്പം എന്നെ തീരെ കാണുന്നുണ്ടാവില്ല മിഥുന്, കാരണം ഫ്രണ്ട് എടുക്കുന്നത് ഫ്രണ്ടിൽ കാണിച്ചാൽ അവരെ വണ്ടി പോകും. ഇറക്കായതുകൊണ്ട് പിന്നെ സ്പീഡൊക്കെ കൂടുന്നുണ്ട്. ഞാൻ അവിടെ കണ്ടോ നല്ല ഷേക്കിങ് ഉണ്ടാവും കേട്ടോ. ദേ മിഥു, ദേ ഇവിടുന്ന് ഓപ്പോസിറ്റൊക്കെ വേറെ വണ്ടികളൊക്കെ വരുന്നുണ്ട്. ചില തക്കുട് ഞാൻ പറഞ്ഞ ഒറ്റയ്ക്കല്ലോ, അവനെ അകത്ത് കൂട്ടിയിട്ടിട്ടാണ് അവനെ ഹാളിലൊക്കെ ലൈറ്റ് ഇട്ടുണ്ട്, കാരണം അവൻ അവിടെ കെട്ടിട്ടേക്കുന്നത്. ഇവരെ വേറെ വീടുകളിലൊന്നും ലൈറ്റ് ഇല്ല, അതാണ് നല്ല ഇരുട്ടാട്ടോ ഗൈസ്. ഇവിടുത്തെ ഈ പോസ്റ്റുമൊക്കെ ലൈറ്റ് ചെയ്യാൻ ഇടയ്ക്ക് ഞങ്ങളെ നേരിയതായി ഒന്ന് കാണാം. അപ്പോൾ ഗൈസ് ഞാൻ വീട്ടിലെത്തിയിട്ട് കാട്ടിയേ എത്തിക്കാൻ പിന്നെ പോസ്റ്റ് ഉണ്ട് കേട്ടോ. അവിടെ വേണ്ടതേ വീട്ടിലെത്തി. മാമിയും മീയും വരുന്നുണ്ട്. അവിടെ അറ്റത്ത് നിങ്ങൾക്ക് കാണണ്ടോന്നറിയില്ല. അവിടെ കുറച്ച് ഞാൻ സൂം ചെയ്ത് കേട്ടില്ലേ, അവിടെ കുറച്ച് പേര് വരുന്നുണ്ടോ. അവിടെ അതേ അച്ചാച്ചൻ വലിയ ടോർച്ചൊക്കെ അടിച്ചിട്ട് മിഥു പറയണ അവൻ നമുക്ക് അവരുടെ അടുത്തേക്കൊക്കെ പോയിട്ട് വരാന്ന്. നമുക്ക് അവര് വീട്ടിലെത്തി. ഇവിടെ ഈ ടോർച്ച് നല്ല ലൈറ്റാണ് കേട്ടോ. അതാണ് ഇവിടെ എന്നിട്ടാ ഇങ്ങനെ ഇവരൊക്കെ വരുന്നുണ്ട് ഗൈസ്, കണ്ടോ. നിങ്ങളിവിടെ സൈഡിലത്തെ പല ഒച്ചകളും കേൾക്കുന്നതൊന്നും മൈൻഡാക്കണ്ട കേട്ടോ. ഒക്കെ മിഥു പറയുന്നതാണ്. എന്നെ അച്ചാച്ചനായിട്ട് ചെറിയ എന്നെ തല്ല്, അത് മിഥുവിന് പതിവാണ്. കണ്ടോ അവിടെ വീട്ടില് തക്കുടുവിൻ്റെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. അവിടെ നമ്മുടെ കാറ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ നേരെ വീട്ടിലോട്ട് എത്തിയിട്ട് കാട്ടിയിരുന്നു. തക്കുട് അവിടെ നല്ല കരയുണ്ട്. ഏതേ ഇവിടെ മാമയും പാപ്പനും കൂടി അച്ചമ്മയ്ക്ക് നടക്കാൻ എത്തിരി പ്രയാസം. അത് തന്നെ ഇങ്ങനെ അകത്തേക്ക് കയറ്റുണ്ട് കേട്ടോ. അതേ മീയ തക്കുടുവിനെ കാട്ടിയിട്ടോ ഗൈസ്. ഇത് കണ്ടോ അവിടെ നിൽക്കണം ഇങ്ങനെ അകത്ത് ഇങ്ങനെ. ഞങ്ങളെത്തിരി പോന്ന ചോറ് അവനും എന്നിട്ട് താറാവിറച്ചിയാ എന്തോ കൂട്ടിയിട്ട് അവന് ചോറ് കൊടുത്തു. താറാവിറച്ചിയാ ചിക്കനാണോ എന്തോ കൂട്ടിയാണ് ചോറ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കഴിച്ചുള്ളൂ, അത്യാവശ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനങ്ങനത്തെ പീസാകുമ്പോൾ കൊടുത്തിട്ട് കഴിക്കാം. താക്കുമിയേ എല്ലാവരെയും കണ്ട എൻ്റെ സ്നേഹം കേട്ടോ. നമ്മൾ വൈകുന്നേരം ഇങ്ങനെ ഇടും, പിന്നെ പകൽ നമ്മൾ അവിടെ റേറ്റ് കെട്ടിയിടും കേട്ടോ, കാരണം അവന് ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട്.